അത് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളാണ്. അല്ലാതെ മേലെ തട്ടിൽ പരിശോധിച്ചാൽ എന്തൊരു അത്ഭുതമാണ്. ഇന്ന് കാന്തപുരസ്ഥാനെ പോലെ വേറൊരാർക്കാണ് വലതുഭാഗത്ത് ഇടതുഭാഗത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും വലതുഭാഗത്ത് പ്രതിപക്ഷ നേതാവിനെ ഇരുത്തി നടുക്കൊരു മുസ്ലിം പണ്ഡിതൻ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സമുദായക്കാർ നോക്കുമ്പോൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയാണല്ലോ അത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസമാണ് കാന്തപുര ഉസ്താദ്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എവിടെയെങ്കിലും ഒരു കല്യാണ വീട്ടിൽ പോയിരിക്കുന്ന കാഴ്ചയല്ല ഞാൻ പറഞ്ഞത്. ഒരു പൊതുവേദിയിൽ ഉസ്താദിന് അംഗീകാരം കൊടുത്തുകൊണ്ട് ഒരേ സമയം ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവനും പ്രതിപക്ഷത്തിന്റെ തലവനും ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു വിഭാഗവും അംഗീകരിക്കുന്ന ഒരു മുസ്ലിം നേതാവ് എന്ന നിലയിലല്ല, മുസ്ലിം നേതാവ് എന്നല്ല വേറൊരു നേതാവും കേരളത്തിലില്ല എന്ന് വരുമല്ലേ. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഉസ്താദിൻ്റെത് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അല്ല, അത് വളരെ ശരി തന്നെയാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ ഒരു സംഘാടകം എടുക്കാണ്. കാരണം ഈ സമസ്ത 89 പിളരുന്നതിന് മുമ്പ് 1982 83 എന്നറിയില്ല, സമസ്ത 60-ാം വാർഷികം നടക്കുന്നത്. ആ 60-ാം വാർഷികത്തിന്റെ സമ്മേളന സ്വാഗത സംഘം ചെയർമാൻ അദ്ദേഹമായിരുന്നു. അപ്പൊ അന്ന് തന്നെ അദ്ദേഹത്തിന്റെ മിടുക്ക് എല്ലാവരും മനസ്സിലാക്കിയതാണ്. പിന്നെ കൊട്ടപ്പുറം സംവാദം, പുത്തൻവാദികളുമായി ഏറ്റുമുട്ടിയ ചരിത്ര പ്രസിദ്ധമായ കൊട്ടപ്പുറം സംവാദത്തിന്റെയൊക്കെ നായകൻ അദ്ദേഹമായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം നല്ല സംഘാടകനാണ്, നല്ല പ്രഭാഷകനാണ്, ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ്, നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെയാണ് 89 ഇങ്ങനെ സമസ്തയിൽ നിന്ന് ഇവര് പിളർന്നു പോയി. ഞാൻ പറഞ്ഞല്ലോ, ഒരു ശൂന്യതയിലേക്കാണ് അവർ ഇറങ്ങിപ്പോയത്. അല്ലാതെ അവര് പിളർന്നു പോയപ്പോൾ അവർക്ക് സംസ്ഥയുടെ മദ്രസകളോ പള്ളികളോ ഒന്നും അവർക്ക് കിട്ടിയില്ല. ഒരു ശൂന്യതയിലേക്കാണ് അവർ ഇറങ്ങിപ്പോയത്. അവിടെ നിന്ന് അവർ ഇത്രയും വളർത്തി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു വ്യക്തിത്വം കൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ വേറെ പല പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഉണ്ടെങ്കിലും കാന്തപുരം എന്ന ഏക വ്യക്തിയിൽ നിന്നാണ് ഇതൊക്കെ വളർത്തിയെടുത്തത്. ഈ ഖലീൽ ബുഖാരി തങ്ങളും പേരോടും അടക്കം പൊന്മള, അങ്ങനെ എണ്ണിപ്പറയാൻ പറ്റുന്ന ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അതെല്ലാം ഈ കാന്തപുരം എന്ന ആ ഒരു ഗ്രഹത്തിന്റെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണ് അവർക്ക്. കാന്തപുരമാണ് കേന്ദ്ര ബിന്ദു. ആ കാന്തപുരത്തിന്റെ ആ ഒരു പ്രകാശ വലയത്തിലാണ് അവരൊക്കെ. ഇപ്പൊ ഇന്ന് തിരുവനന്തപുരത്ത് ഈ ആയിരക്കണക്കിന് ആളുകളോട് ഒരുമിച്ച് കൂടി മുന്നിൽ കയറി നിന്നുകൊണ്ടും പേരോട് പറയുന്നത് തറാവീഹ് 20 റക്അത്തിന്റെ വിഷയമാണ്, തവസ്സുൽ ഇസ്തിഗാസയെ കുറിച്ചാണ്. അത് അംഗീകരിക്കാത്തവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരുമായിട്ടൊരു സൗഹൃദവും പാടില്ല. മനുഷ്യരോടൊപ്പം എന്ന പ്രമേയം പറയുകയും എന്നിട്ട് മാറ്റി നിർത്തേണ്ടവരെ കുറിച്ച് കൃത്യമായി അവർ അകലം പാലിക്കുന്ന ഒരു സന്ദേശം അവിടെ കൈമാറുകയും ചെയ്തു. എന്തുകൊണ്ടാണ്? എന്നാലേ ഈ അണികൾ അവരുടെ ഒപ്പം നിൽക്കുള്ളൂ. അതല്ലാതെ നമുക്ക് ആരോടും എതിർപ്പില്ല. നമ്മൾ സുന്നികളാണെങ്കിലും ഇവിടെ മുജാഹിദ് ജമാഅത്ത്, അതുപോലെ തബ്ലീഗ്, പുത്തൻവാദികൾ, പ്രസ്ഥാനക്കാര്, നമ്മൾ അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒന്നിച്ച് സഹകരിച്ച് സൗഹാർദ്ദത്തിൽ പോകണം എന്നൊരു പ്രസംഗമാണ് പറയുന്നതെങ്കിൽ ആ സംഘടന അതോടെ തീരും. ആ സംഘടന തകർന്നു പോകും. അതവർക്കറിയാം. അതുകൊണ്ട് എതിർക്കേണ്ടവരെ കൃത്യമായി അവർ ഏത് കാലത്തും ഏത് വേദിയിലും വെച്ച് അവർ എതിർക്കും. അതവരുടെ സംഘടനയുടെ നിലനിൽപ്പാണ്. അത് ഏതൊരു പ്രസ്ഥാനവും അങ്ങനെ തന്നെയാണ്. അതിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ അതിനൊരു ഉറച്ച ഒരു ആദർശം വേണം. അപ്പോൾ എതിർപ്പുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. ആ എതിർപ്പുകളാണ് അവരുടെ വളർച്ചയുടെ മൂലധനം എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാലേ വലിയ സന്തോഷമാണ്. നമ്മളെ അപ്പുറത്തുനിന്നൊക്കെ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ ചർച്ചകളൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. മാഷാ അല്ലാഹ്. നമ്മൾ ഉസ്താദ്മാരുടെ ഇഖ്ലാസാണ്. ഉസ്താദിനൊക്കെ വലിയ ആളാവാൻ നിൽക്കുള്ളതല്ല. പൂർണ്ണമായിട്ട് ഒരു കേരള യാത്രക്ക് ഉസ്താദ് 2ാം കേരള യാത്രക്ക് അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ ഇതുകൊണ്ട് ആരും വലിയ അഹങ്കരിക്കാൻ പാടില്ല. ഇത് തീർത്തും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിജയമാണ് ഇത്തരത്തിലൊക്കെ പറയുന്നുണ്ട്. ഇവിടെയൊക്കെ ഉസ്താദ് പിന്നെ എന്താ പറയാ സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയും കാര്യങ്ങളൊക്കെയാണ് ഉസ്താദ് ലക്ഷ്യമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പണ്ഡിതന്മാർക്ക് ഉസ്താദിനടക്കം ആഫിയത്തുള്ള ദീർഘായുസ് ദീന്റെ ഖിദ്മയിൽ നൽകുമാറാവട്ടെ. ആമീൻ.